വായിക്കപ്പെട്ടത്. ഹല്ലേലൂയ. നീ ഇത്ര താല്പര്യത്തോടൊക്കെയും ഞങ്ങൾക്ക് വേണ്ടി കരുതിയല്ലോ, നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? രാജാവിനോടോ സേനാധിപതിയോടോ നിനക്ക് വേണ്ടി വല്ലതും പറയേണ്ടതുണ്ടോ എന്ന് നീ അവളോട് ചോദിക്കുക എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന് അവൾ, ഞാൻ സ്വജനത്തിൻ്റെ മധ്യേ വസിക്കുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന് അവൾ, ഞാൻ സ്വജനത്തിൻ്റെ മധ്യേ വസിക്കുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. എലീശ ഹല്ലേലൂയ ഗേഹസിയോട് പറയുകയാണ്, ആമേൻ, അവൾ ഇത്രത്തോളം താല്പര്യത്തോടുകൂടെ ഞങ്ങൾക്ക് വേണ്ടി കരുതിയെന്ന് വേണ്ടി, ആമേൻ, അവൾക്ക് വേണ്ടി എന്തു ചെയ്തു കൊടുക്കണം? ആമേൻ, ഹല്ലേലൂയ. ഈ രാജ്യത്തെ ഹല്ലേലൂയ ഭരിക്കുന്ന വ്യക്തി ജീവിതങ്ങളോട് വല്ലതും പറയേണ്ടതുണ്ടോ, നിനക്ക് വേണ്ടി ബാധിക്കേണ്ടതുണ്ടോ എന്ന് ആമേൻ ചോദിക്കുമ്പോൾ അവൾ പറയുകയാണ്, ഞാൻ സ്വജനത്തിൻ്റെ മധ്യേ വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ചാർച്ചക്കാരുടെ മധ്യേ, എൻ്റെ ദേശത്തിൻ്റെ മധ്യേ ഞാൻ നിർഭയമായി വസിക്കുന്നു. അതുകൊണ്ട് എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ള ആമേൻ മറുപടിയാണ് അവളിൽ നിന്ന് ലഭിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവ പൈതലേ, ഹല്ലേലൂയ, നാം നമ്മുടെ ദേശത്ത് വസിക്കുമ്പോൾ, ഹല്ലേലൂയ, നാം നമ്മുടെ പട്ടണത്തിൽ വസിക്കുമ്പോൾ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നമ്മെക്കുറിച്ചുള്ള ജനത്തിൻ്റെ വിധിയെഴുത്ത് എന്താണ്? ദേശത്തിൻ്റെ വിധിയെഴുത്ത് എന്താണ്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൾ പറയുക, ഞാൻ സ്വജനത്തിൻ്റെ മധ്യേ വസിക്കുന്നു, എനിക്കൊന്നിനും കുറവില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ അവരുടെ ജീവിതത്തിൽ ഒരു കുറവുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഗേഹസി ഹല്ലേലൂയ അത് കണ്ടുപിടിക്കുന്നതായി നാം താഴോട്ട് കാണുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. മുകളിലോട്ട് വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു, അവൾ ധനികയാകുന്ന ഒരു സ്ത്രീയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ആമേൻ, ആമേൻ. 4-ന്റെ ആമേൻ 8-ാം വാക്യം പറയുന്നു, ഒരു ദിവസം എലീശ ശുനൂമിലേക്ക് പോകുമ്പോൾ, അവൻ പോയി, അവിടെ ധനികയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവൾ അവനെ ഭക്ഷണത്തിന് വരണം എന്ന് നിർബന്ധിച്ചു. ഹല്ലേലൂയ. വചനം പറയുന്നു, അവൾ അവനെ ഭക്ഷണം കഴിപ്പാൻ വരണമെന്ന് ക്ഷണിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ആമേൻ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അനേക ഹല്ലേലൂയ ആമേൻ ധനികർ ദേശത്തുള്ളപ്പോൾ അവിടെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെടുവാനിടയായി തീർന്നു. ആമേൻ. ഹല്ലേലൂയ. ഈ കടന്നു പോകുന്ന ദൈവഭക്തന്മാർക്ക് ആഹാരം കൊടുക്കേണ്ടതിന് അവൾ അവരെ ക്ഷണിക്കുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവവചനം കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ എന്തെങ്കിലും ഇടപെട്ടു കഴിഞ്ഞാൽ അത് ചെയ്യുവാൻ മടിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനം പറയുന്നു, അവൾ അവനെ ആമേൻ ഹല്ലേലൂയ അവരെ ഭക്ഷണം കഴിക്കാൻ ക്ഷണിക്കുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജനീക ഭക്ഷണമാണ് അവൾ ഒരുക്കിയതെങ്കിലും അവൾ ഒരു ആത്മീയതയായിരുന്നുവെന്ന് ഈ വചനത്തിലൂടെ കാണുവാൻ കഴിയുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു ആത്മീക ദൈവ പൈതലിന് മാത്രമേ ദൈവ മക്കളെ ക്ഷണിക്കുവാൻ കഴിയത്തുള്ളൂ. ഒരു ആത്മീക ദൈവ പൈതലിന് മാത്രമേ ആത്മാവ് പ്രാപിച്ചവർ ദൈവത്തെ സ്തുതിച്ചാട്ട്, ദൈവത്തിന് മഹത്വം കൊടുത്താട്ട് ഈ പകൽക്കാല ഹല്ലേലൂയ ആമേൻ, ആമേൻ. വചനം പറയുന്നു, ദൈവഭക്തന്മാരെ എലീശയെയും ഗേഹസിയെയും ഭക്ഷണത്തിന് വരുവാൻ ക്ഷണിക്കുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആത്മാവ് പ്രാപിച്ച ഒരു ദൈവ പൈതൽ, ഹല്ലേലൂയ, ആത്മീകരെ കാണുമ്പോൾ, ആത്മാവ് പ്രാപിച്ചവരെ കാണുമ്പോൾ പരിശുദ്ധാത്മാവ് ഇടപെടുവാനിടയായി തീരും. ഹല്ലേലൂയ. ആമേൻ. അവരുടെ ദാഹത്തെ അറിഞ്ഞ്, അവരുടെ വിശപ്പിനെ അറിഞ്ഞ്, ആമേൻ, അവരുടെ ഹല്ലേലൂയ
ബുദ്ധിമുട്ടുകളെ അറിഞ്ഞ് അവർ സഹകരിപ്പാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ 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 ആമേൻ. ആത്മാവ് അവളോട് ഇടപെട്ടു. ഇവർക്ക് വേണ്ടുന്ന ആഹാരം കൊടുക്കുവാൻ, ഇവർക്ക് വേണ്ടുന്ന ഹല്ലേലൂയ ആമേൻ വേദി തുറന്നു കൊടുക്കുവാൻ, ഇവർക്ക് വേണ്ടുന്ന വിശ്രമ സ്ഥലം ഒരുക്കി കൊടുക്കുവാൻ ദൈവാത്മാവ് ആ ഭക്തിയാകുന്ന സ്ത്രീയോട് ഇടപെടുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആത്മീകങ്ങൾ ചോർന്നു പോകുന്നത് പല ആമേൻ നിലവാരത്തിലാണ്. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ആമേൻ പരിശുദ്ധാത്മാവ് പ്രാപിക്കപ്പെട്ട ഒരു ദൈവത്തിന്റെ പൈതൽ ആത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ഏത് അനുഭവം ചെയ്താലും ആത്മാവ് ഹല്ലേലൂയ ഖേദിക്കുവാനിടയായി തീരും. ആത്മാവിന്റെ അതിന്റെ പ്രവൃത്തി ചെയ്തെടുപ്പാൻ കഴിയാതെ വണ്ണം ആമേൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ നമ്മുടെ ഉള്ളിൽ ആത്മാവ് ഞെരുകുവാനിടയായി തീരും. ആമേൻ ഹല്ലേലൂയ. ഭക്തിയുടെ വേഷം ധരിക്കുന്നവരെ, ആമേൻ ഭക്തിയുടെ ഹല്ലേലൂയ വേഷ പ്രകടനങ്ങൾ നടത്തുന്നവരെ നമുക്കറിയുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ആത്മാവ് പ്രാപിച്ച ഒരു ദൈവത്തിന്റെ പൈതൽ ഭക്തിയുടെ വേഷം ആമേൻ പിന്നെയോ ഹല്ലേലൂയ ഭക്തി ഉള്ളിൽ ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായിട്ട് ആമേൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ദൈവിക ചിന്തകളിലേക്ക്, ദൈവിക കാര്യാദികളിലേക്ക് നമ്മെ ഹല്ലേലൂയ ആമേൻ ഉത്ബോധിപ്പിച്ചുകൊണ്ടേയിരിക്കും. ആമേൻ നമ്മെ തട്ടി ഉണർത്തിക്കൊണ്ടേയിരിക്കും. മാത്രമല്ല ഹല്ലേലൂയ ദൈവാത്മാവ് ദുഃഖിക്കുന്ന നിലവാരത്തിൽ ഒന്നും ചെയ്യുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് നമ്മെ അനുവദിക്കത്തില്ല. യേശുവേ നന്ദി രാജാവേ. ആത്മാവ് പ്രാപിച്ച ഒരു ദൈവത്തിന്റെ പൈതൽ ആമേൻ ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ആത്മാവിന്റെ ഫലങ്ങളെ പുറപ്പെടുവിക്കാതിരിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആമേൻ ആത്മാവിന്റെ ഹല്ലേലൂയ ഇഷ്ടം ചെയ്യുവാൻ മടിക്കുമ്പോൾ, ആത്മാവിന്റെ പ്രവൃത്തിക്ക് ഒത്തവണ്ണം നടക്കാതിരിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് ദുഃഖിക്കുക മാത്രമല്ല ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ മറ്റ് ഹല്ലേലൂയ പ്രവൃത്തികൾ ചെയ്യുവാൻ നാം താല്പര്യപ്പെടുവാനിടയായി തീരും. ഇവിടെ വചനം പറയുകയാണ് ആമേൻ ധനികയായ ഒരു സ്ത്രീ ആമേൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ആമേൻ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അവൾ അവനെ ഭക്ഷണത്തിന് ഹല്ലേലൂയ വരണമെന്ന് നിർബന്ധിച്ചു. ഹല്ലേലൂയ. പിന്നെ ആമേൻ ഹല്ലേലൂയ പിന്നത്തേതിൽ അവൻ ആ വഴി പോകുമ്പോഴൊക്കെ ഭക്ഷണത്തിന് അവിടെ കയറും. അവൾ തൻ്റെ ഭർത്താവിനോട് നമ്മുടെ വഴിയായി കൂടെ കൂടെ കടന്നു പോകുന്ന ഇയാൾ വിശുദ്ധനായ ഒരു ദൈവപുരുഷനെന്ന് ഞാൻ കാണുന്നു. നാം ചുമരോടുകൂടി ഒരു ചെറിയ മാളിക മുറി ഉണ്ടാക്കി കൊടുക്കുക എന്ന് അവൾ പറയുന്നതായി കാണുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശുദ്ധരെ ആമേൻ തിരിച്ചറിയുന്ന ഒരു ആത്മാവാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നല്ലതിനെ ആമേൻ ഹല്ലേലൂയ തിരിച്ചറിയുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്. നല്ലതിനെ തീയതിനെയും ആമേൻ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആമേൻ ആമേൻ ഉടബലരികബൽശാരബ ആരുടെ ഒത്താശയില്ലാതെ വണ്ണം ആമേൻ അനുഭവിക്കുവാൻ തക്കവണ്ണം സ്വർഗം സഹായിക്കണമെങ്കിൽ ഈ ആത്മാവിനെ ഹല്ലേലൂയ ദുഃഖിപ്പിക്കാതെ വേണം വളർത്തിയെടുക്കുവാൻ തയ്യാറുള്ളവരായിരിക്കണം. എങ്കിൽ ഹല്ലേലൂയ നന്മയും തിന്മയും തിരിച്ചറിയുവാൻ തക്കവണ്ണം ഈ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. ഹല്ലേലൂയ ആമേൻ. താങ്ക് യു ലോർഡ്. ഉടമരരികബൽശാരബ വശാരബാരബൽശാരബ ഉടമരഹശസ്യാരബ ജാതികളുടെ ഹല്ലേലൂയ പ്രവൃത്തി ചെയ്യാതെ വേണം മറ്റുള്ളവരുടെ ഹല്ലേലൂയ ആമേൻ ഉടമരരികബൽശാരബ ശൈലികളെ ഹല്ലേലൂയ അനുകരിക്കാതെ വേണം ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുകയും ദൈവ വഴികളെ അനുകരിക്കുകയും ചെയ്യുന്നതാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ദുഃഖങ്ങൾ
വേദനകൾക്കും ഹല്ലേലൂയ ആമേൻ കണ്ണുനീരുകൾക്കും ആമേൻ ഏറെ കാരണം നാം തന്നെയാണ്. ഹല്ലേലൂയ ആത്മാവിനെ ഹല്ലേലൂയ ദുഃഖിപ്പിക്കുന്ന അനുഭവങ്ങൾ നാം ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കുവാൻ കഴിയാതെ വണ്ണം ആമേൻ ഹല്ലേലൂയ വേദനാരഹിതമാകുന്ന അനുഭവങ്ങളിലേക്ക് നാം കടന്നു പോകുവാൻ ഇടയുണ്ട് ദൈവത്തിന്റെ പൈതലേ. ഇതുകൊണ്ട് ഹല്ലേലൂയ നല്ലതിനെ തീയതിനെ തിരിച്ചറിഞ്ഞ് മുറുകെ പിടിച്ച് ഹല്ലേലൂയ ആ ദൈവത്തിന്റെ വഴികളിൽ നടന്ന് ആ ദൈവത്തിന്റെ പ്രമാണത്തെ അനുഷ്ഠിക്കുവാൻ തക്കവണ്ണം നാം താല്പര്യമുള്ളവരായിരിക്കണം. ഹല്ലേലൂയ ഇവിടെ ഹല്ലേലൂയ വചനം പറയുന്നു ആമേൻ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ 13-ാം വാക്യം, നീ ഇത്ര താല്പര്യത്തോടെ ഒക്കെ ഞങ്ങൾക്ക് വേണ്ടി കരുതിയല്ലോ, നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? രാജാവിനോടോ സേനാധിപതിയോടോ നിനക്ക് വേണ്ടി വല്ലതും പറയേണ്ടതുണ്ടോ എന്ന് നീ അവളോട് ചോദിക്കുക എന്ന് പറഞ്ഞു. അതിന് അവൾ, ഞാൻ സ്വജനത്തിന്റെ മധ്യ വസിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ അവൾക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് അവൻ ചോദിച്ചതിന് ഗേഹസി അവൾക്ക് മകനില്ലല്ലോ, അവളുടെ ഭർത്താവ് വൃദ്ധനുമാകുന്നു എന്ന് പറഞ്ഞു. അവളെ വിളിക്കുക എന്നവൻ പറഞ്ഞു. അവൻ അവളെ വിളിച്ചപ്പോൾ അവൾ വാതിൽക്കൽ വന്നു നിന്നു. അപ്പോൾ അവൻ വരുന്നയാണ്ടിൽ ഈ സമയമാകുമ്പോഴേക്ക് നീ ഒരു മകനെ അണച്ചുകൊള്ളുമെന്ന് പറഞ്ഞു. അതിന് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ വരുന്ന ആണ്ട് ഈ സമയമാകുമ്പോൾ നീ ഒരു മകനെ അണച്ചു കൊള്ളുമെന്ന് എലീശ പ്രവാചകൻ അവളോട് പറയുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അതേ സമയമായപ്പോൾ ദൈവം അവൾക്ക് ഒരു പുരുഷ സന്താനത്തെ നൽകി. ആമേൻ ഹല്ലേലൂയ ആമേൻ. താങ്ക് യു ലോർഡ്. നമുക്കറിയാം അബ്രഹാമിന് Thank you, Lord. Praise the Lord. Hallelujah. 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 അബ്രഹാമിനെ ദൈവം വിളിച്ചു. ആമേൻ 75-ാം വയസ്സിൽ ആമേൻ 99-ാം വയസ്സായപ്പോൾ ദൂതൻ കടന്നു വന്നു. ആമേൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ആമേൻ 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 ഹല്ലേലൂയ ആമേൻ. സാറയോട് പറഞ്ഞു, അടുത്ത ആണ്ടി സമയമാകുമ്പോൾ നീ ഒരു മകനെ അണച്ചുകൊള്ളും. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അവൾ ചിരിച്ചു. ആമേൻ. അവൾ മറുത്തു മത്സരിച്ചില്ല. പക്ഷേ അവളുടെ ഉള്ളിൽ തിങ്ങി വന്ന ആ ചിരി ഹല്ലേലൂയ പുറപ്പെട്ടു വന്നു. ആമേൻ ഹല്ലേലൂയ ആമേൻ. ദൂതൻ പറഞ്ഞു, ചിരിച്ചതെന്ത്? ആമേൻ ഹല്ലേലൂയ. അവൾ പെട്ടെന്ന് പറയുന്നു, ഇല്ലില്ല ഞാൻ ചിരിച്ചില്ല ഹല്ലേലൂയ എന്ന് പറയുവാനിടയായി തീർന്നു. കാരണമുണ്ട് ദൈവത്തിന്റെ പൈതലേ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അബ്രഹാമിനെ ദൈവം വിളിച്ചപ്പോൾ ആമേൻ ഹല്ലേലൂയ ഇടം ബലം പറയാതെ വേണം, ഏത് രാജ്യമെന്നോ രാഷ്ട്രമെന്നോ പട്ടണമെന്നോ അറിയാതെ വേണം, അബ്രഹാമിനോടുകൂടെ മർത്ത് മത്സരിക്കാതെ വേണം ഇറങ്ങി വന്നൊരു സ്ത്രീയാണ് സാറ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ആ സ്ഥാനത്ത് ഞാനും നിങ്ങളുമാണെങ്കിൽ പോലും ആമേൻ ഇറങ്ങി ചെല്ലുകയില്ല. ആമേൻ ഹല്ലേലൂയ. ഈ ദൈവത്തിന്റെ വചനം എടുത്ത് പ്രസംഗിക്കുന്ന ഞങ്ങൾക്ക് പോലും ചെയ്യാതിരിക്കുവാൻ ഹല്ലേലൂയ ആമേൻ ഉള്ള ഹല്ലേലൂയ ആമേൻ ചിന്താഗതികൾ കടന്നു വരുമ്പോൾ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ സാറ പറഞ്ഞില്ല. ആമേൻ അവിടെ കടന്നുപോയി ദേശമൊക്കെ ചുറ്റി സഞ്ചരിച്ച് കൂടാരമൊക്കെ അടിച്ചതിന് ശേഷം ഞാൻ വരാമെന്ന് പറഞ്ഞില്ല. അവൾ കൂടെ കടന്നു പോകുവാനിടയായി. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. എന്നാൽ അബ്രഹാമിന്റെ ജീവിതത്തിൽ ഒരു കണ്ണുനീരിന്റെ അനുഭവം ആമേൻ ഹല്ലേലൂയ ഒരേറെപ്പാട് കടന്നു വരുന്നത് നമുക്കറിയുവാൻ കഴിയും. നീ സ്നേഹിക്കുന്ന ആമേൻ ഹല്ലേലൂയ നിന്റെ ഇസഹാക്കിനെ തന്നെ മോറിയ മലയിൽ കൊണ്ടുചെന്ന് യാഗം കഴിപ്പിപ്പാൻ പറയുന്നതായി വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. പിന്നെയോ ദൈവപുരുഷന്റെ അരികത്തേക്ക് ആമേൻ ഹല്ലേലൂയ എനിക്ക് കടന്നു പോകേണ്ടതിന് വളരെ വേഗത്തിൽ ആമേൻ ഹല്ലേലൂയ ചില സംവിധാനങ്ങളെ ചെയ്തു തരുവാൻ ഹല്ലേലൂയ ഭർത്താവിനോട് അറിയിക്കുന്നതായി നമുക്കിവിടെ കാണുവാൻ കഴിയുക. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ ഈ അനുഭവം വന്നാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം ഏത് നിലവാരത്തിലായിരിക്കും? പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആമേൻ. നാം ഹല്ലേലൂയ അനേകർക്ക് നേരെ വിരലുകളെ ചൂണ്ടുമ്പോൾ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നമുക്ക് നേരെ എത്ര വിരലുകൾ ചൂണ്ടപ്പെട്ടിരിക്കുന്നുവെന്ന് ഈ പകൽക്കാലം നമ്മൊന്ന്
ചിന്തിച്ചു നോക്കണമേ ദൈവ പൈതലേ. നമ്മുടെ വിശ്വാസത്തിന്റെ അളവ് ഏത് തട്ടിൽ നിൽക്കുവാനിടയാകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൾ ഈ കുട്ടിയെ എടുത്തു, ആമേൻ, ദൈവ പുരുഷന്റെ കട്ടിന്മേൽ കിടത്തി. ഹല്ലേലൂയ. വളരെ വേഗത്തിൽ ദൈവപുരുഷന്റെ അരികത്തേക്ക് കടന്നു പോകുന്നതായി കാണുകയാണ്. ആമേൻ, ഹല്ലേലൂയ. ബാല്യക്കാരനോട് പറയുക, വഴിയിലെങ്ങും നിർത്തരുത്, ആരോട് സംസാരിക്കരുത്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ വണ്ണം ഹല്ലേലൂയ ഒരിടത്തു നിൽക്കുകയേ അരുത്. വളരെ വേഗത്തിൽ തെളിയിച്ചു വിടുവാൻ അവൾ പറയുക. ഹല്ലേലൂയ. അവിടെ പ്രത്യാശ, അവിടെ വിശ്വാസം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവ പൈതലേ, നിങ്ങളുടെ വിശ്വാസങ്ങളൊന്ന് വർദ്ധിച്ചു പെരുകി വരുമാറാകട്ടെ. രോഗങ്ങൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ മുറയിട്ട് കരയുന്ന അനുഭവമാണോ, ദൈവത്തോട് നിലവിളിക്കുന്ന അനുഭവമാണോ നിങ്ങളുടെ ജീവിതത്തിലുള്ളത്? ഈ പകൽക്കാലം ഹല്ലേലൂയ ഒരു പുനർപരിശോധന നിങ്ങളെ തന്നെ വന്ന് കഴിച്ചാട്ട് ദൈവ പൈതലേ. ഹല്ലേലൂയ. നിങ്ങളുടെ വിശ്വാസത്തിന്റെ അളവ് എവിടെയാണ്? നിങ്ങളുടെ വിശ്വാസം, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, 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 പലപ്പോഴും ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാകുന്നുവോ എങ്കിൽ ഈ പകൽക്കാലം പറയുക, അശുനും കാര്യത്തിൽ ഹല്ലേലൂയ അവിടെ വിശ്വാസം, അവിടെ ദൃഢ നിശ്ചയമാകുന്ന ആ വിശ്വാസം ഹല്ലേലൂയ എൻ്റെ ജീവിതത്തിലൊന്ന് നിറവേറി കാണണമേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ. ആമേൻ, ആമേൻ. വളരെ വേഗത്തിൽ വെമ്പലോടുകൂടെ ചെല്ലുന്നത് ഈ ദൈവപുരുഷൻ കണ്ടിട്ട് പറയുകയാണ്. ഗേഹസിയോട് പറഞ്ഞു, നീ വളരെ വേഗത്തിൽ അവൾ അടുക്കലേക്ക് ചെല്ല്, കുഞ്ഞ് സുഖമായിരിക്കുന്നു, ഭർത്താവ് സുഖമായിരിക്കുന്നുവോ എന്ന് അവളോട് ചോദിക്ക്. അവൾ ഒന്നിനും ഉത്തരം പറയുന്നില്ല. ആമേൻ. അവൾ വളരെ വേഗത്തിൽ വീണ്ടും ദൈവപുരുഷന്റെ കാൽക്കൽ വന്ന് വീഴുകയാ. ആമേൻ, ഹല്ലേലൂയ. ദയവ് ചെയ്ത് എന്നോട് കൂടെ വരണമേ എന്ന്. എന്നാൽ ഹല്ലേലൂയ ഗേഹസിയോട് പറയുന്നു, എൻ്റെ വടിയും എടുത്ത് നീ വളരെ വേഗത്തിൽ കടന്നു ചെന്ന് ബാലന്റെ മേലെ ആമേൻ വടി വെക്കുവാൻ പറയുന്നു. അതൊന്നും വെച്ചിട്ടും അവിടെ ഒരു വിടുതൽ സംഭവിക്കുന്നില്ല. ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്നാൽ ദൈവപുരുഷൻ പറയുക, ആമേൻ, ഹല്ലേലൂയ, ഞാൻ വന്നു പാർക്കുന്ന ഈ വീട്ടിലെ ആമേൻ, ഹല്ലേലൂയ, ഈ മകന് ആമേൻ അനർത്ഥം വന്നുവോ, മരണം സംഭവിച്ചുവോ എന്ന് പറഞ്ഞവൻ ഹല്ലേലൂയ കുഞ്ഞിന് വേണ്ടി വളരെ ആമേൻ കുഞ്ഞിൻ്റെ മേൽ കമന്ന് കിടന്ന് പ്രാർത്ഥിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുക. പലപ്പോഴും ചിലതൊക്കെ മറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസം ഒന്ന് ആമേൻ, ഹല്ലേലൂയ, അത് ഹല്ലേലൂയ പൂർണ്ണതയുള്ളതാണോ എന്ന് ദൈവം മനസ്സിലാക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ചില ശോധനകൾ വരും. അത് ദൈവം അറിയാതെയല്ല. നമ്മുടെ ഹല്ലേലൂയ ആത്മീകമൊന്ന് വർദ്ധിക്കുവാൻ, നമ്മുടെ കൃപകളെ ഒന്ന് പെരുക്കുവാൻ, നമ്മുടെ ജീവിതത്തിലെ ഹല്ലേലൂയ കുറവുകളെ ഒന്ന് പരിഹരിക്കുവാൻ ദൈവം തരുന്ന ചില അടയാളങ്ങളാണ് എന്ന് ഈ പകൽക്കാലം എത്ര പേർ വിശ്വസിക്കും? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവപുരുഷൻ ചെയ്യുവാനുള്ളത് അത് ദൈവപുരുഷൻ തന്നെ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് പ്രബോധക ശിഷ്യന്മാർക്ക് ചെയ്യുവാനുള്ളതല്ല, അത് പ്രബോധകന് ചെയ്യുവാനുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രബോധകന്റെ പ്രാർത്ഥനയെ കുഞ്ഞ് ജീവനുള്ള ദേഹിയായി തീർന്നു. ആമേൻ. കുഞ്ഞിനെ എടുത്ത് മാതാവിൻ്റെ കരങ്ങളിൽ കൊടുക്കുവാനിടയായി. ഹല്ലേലൂയ. എവിടെയൊക്കെയോ ചിലതൊക്കെ ഇരുൾ മറഞ്ഞു നിൽക്കുക. ഈ പകൽക്കാലം ഹല്ലേലൂയ നിങ്ങൾ ഉണരുമെങ്കിൽ ആമേൻ, ഹല്ലേലൂയ, ദൈവാത്മാവ് നിങ്ങളോട് ഇടപെടും. ഉണരുകയാകുന്നുവെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾക്ക് ദൈവം ഈ പകൽക്കാലം പരിഹാരം തരും. അതിന് മാറ്റമില്ല ദൈവ പൈതലേ. ഇരുളിൽ ചിലതൊക്കെ മറഞ്ഞു കിടപ്പുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. അത് വെളിപ്പെട്ട് വരുവാൻ ഒരു സമയമുണ്ടെന്നാൽ സമയത്തിന് മുന്നമേ ശത്രു വാടകോരാതിരിക്കുവാൻ ദൈവത്തിന്റെ വചനം പറയുന്നു, ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശൈത്യീകരിക്കുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് ഉണരുവാൻ കഴിയുമോ?
Praise to Jesus. Hallelujah. ദൈവാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന അനുഭവങ്ങൾ നാം ചെയ്യുമ്പോൾ നമുക്കൊരു കുറ്റബോധമില്ല എങ്കിൽ, ഒരു പാപബോധമില്ല എങ്കിൽ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ നാം പ്രാപിക്കപ്പെട്ട പരിശുദ്ധാത്മാവ് ഏതാണ് എന്ന് ഒന്നുകൂടെ ഒരു പുനർ പരിശോധന കഴിക്കേണ്ടതായുണ്ട്. Praise to Jesus. Hallelujah. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ലേഖന ഭാഗങ്ങളിൽ ഇങ്ങനെ പറയുക, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, ദൈവത്തെ അനുസരിച്ചിരുന്ന സ്ത്രീകൾ, ഹല്ലേലൂയ, ആമേൻ, താങ്ക് യു ലോർഡ്, ഉടമന റിഗബൽഷാരബ വശാരബ റബശാരബ, പൊന്നണിയുന്നതിലോ തലമുടി പിന്നുന്നതിലോ വസ്ത്രധാരണയിലോ അല്ല, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനത്തെ ആമേൻ അംഗീകരിച്ചതിലൂടെ, ദൈവവചനത്തെ ഭയപ്പെട്ടതിലൂടെ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവത്തിന്റെ വചന പ്രകാരം ശാന്തമായ ജീവിതം നയിച്ചതിലൂടെ, ആമേൻ, വചനം കൂടാതെ വണ്ണം, ഹല്ലേലൂയ, കുടുംബാംഗങ്ങൾ, ഭർത്താക്കന്മാർ മാനസാന്തരപ്പെട്ടുവെന്ന് വചനം പഠിപ്പിക്കുക. ഹല്ലേലൂയ. നമ്മുടെ പ്രവൃത്തിയിലൂടെ, നമ്മുടെ ജീവിത ശൈലിയിലൂടെ, ആമേൻ, ഹല്ലേലൂയ, ആർക്കെങ്കിലും മാനസാന്തരം ഉണ്ടാകുവാൻ ചാൻസ് ഉണ്ടോ? ദൈവ പൈതലെ, ഈ പകൽക്കാലം ഒന്ന് പരിശോധിക്കേണ്ടുന്നത് ആവശ്യമത്രേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ട്, ദൈവത്തെ, ഹല്ലേലൂയ, സ്തുതിച്ചാട്ട്. വചനം അംഗീകരിക്കുന്നുവെങ്കിൽ, വചനം അനുസരിക്കുന്നുവെങ്കിൽ, വചനം നിങ്ങളുടെ ഉള്ളറകളെ തട്ടി ഉണർത്തുന്നുവെങ്കിൽ, ദൈവത്തെ സ്തുതിച്ചാട്ട്. ദൈവത്തിന്റെ വചനം, ആമേൻ, പ്രൈസ് ടു ജീസസ്, ഒരിക്കൽ പ്രസ്താവിച്ചു, ഞാനത് 2 പ്രാവശ്യം കേട്ടിരിക്കുന്നു എന്നുള്ള നിലകളുള്ള ദൈവത്തെ സ്തുതിക്കുവാൻ എത്ര പേർക്ക് കഴിയും? അവരുടെ മേൽ ആത്മാവുണ്ട്, അവരുടെ മേൽ പരിശുദ്ധാത്മാവുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പൊട്ടു തൊടുമ്പോഴും പൂവണിയുമ്പോഴും പരിശുദ്ധാത്മാവ് ഇത്, ഹല്ലേലൂയ, ഹിതകരമല്ല എന്ന് ഇടപെടുന്നില്ല എങ്കിൽ ഇത് പരിശുദ്ധാത്മാവല്ല. പ്രൈസ് ദി ലോർഡ്, അത് വ്യാജത്തിന്റെ ആത്മാവാണ്. പ്രൈസ് ടു ജീസസ്. ആത്മാവ് പ്രാപിച്ച ഒരു ദൈവ പൈതല, ആമേൻ, പ്രൈസ് ടു ജീസസ്, ഹല്ലേലൂയ. ആത്മാവിനെ, ഹല്ലേലൂയ, ദുഃഖിപ്പിക്കരുത്. ഹല്ലേലൂയ. ആത്മാവിന്റെ ഫലങ്ങളെ നാം പുറത്തു കൊണ്ടുവരണം. കുടുംബ സമാധാനത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി, ഐക്യതയ്ക്ക് വേണ്ടി, കുടുംബനാഥന്മാരുടെ മാനസാന്തരത്തിന് വേണ്ടി, മക്കളുടെ മടങ്ങി വരവിന് വേണ്ടി. പ്രൈസ് ദി ലോർഡ്, ആമേൻ, ഹല്ലേലൂയ. ജാതികളോടൊപ്പം ചേർന്ന് ജാതികളുടെ പ്രവൃത്തികളെ ചെയ്യാതെ വേണം ദൈവത്തിന്റെ ഇഷ്ടത്തെ ചെയ്ത് ദൈവ വഴികൾ നടക്കുമെങ്കിൽ, വചനം കൂടാതെ വേണം പുരുഷന്മാർ മാനസാന്തരപ്പെട്ട് നമ്മോടൊപ്പം ആരാധിക്കുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. പ്രൈസ് ജീസസ്. ഹല്ലേലൂയ. പഴയ നിയമകാലങ്ങളിൽ, ആമേൻ, ഹല്ലേലൂയ, സഭയിൽ, ആമേൻ, സ്ത്രീകൾക്ക് ഒരു ചോദ്യം ചോദിക്കുവാനുള്ള അധികാരമില്ല. വചനം പറയുക, ഹല്ലേലൂയ, വീട്ടിലിരുന്ന് ഭർത്താക്കന്മാരോട് ചോദിച്ച് മനസ്സിലാക്കണമെന്ന്. പ്രൈസ് ജീസസ്. ഹല്ലേലൂയ. സ്ത്രീകൾക്ക് സകല സ്വാതന്ത്ര്യങ്ങൾ, ആമേൻ, ഹല്ലേലൂയ, ഇന്നത്തെ ഭരണകൂടം നൽകി കഴിഞ്ഞപ്പോൾ അവരുടെ സ്വന്തം ഇഷ്ടങ്ങളും സ്വന്തം വഴികളും തിരഞ്ഞെടുക്കുന്നത് മുഖാന്തരം കുടുംബ ജീവിതങ്ങളുടെ മേൽ തകർച്ചയുടെ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, പടകായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പടക്, ആമേൻ, ഹല്ലേലൂയ, ഏത്, ഹല്ലേലൂയ, തട്ടിലാണ് നിൽക്കുന്നുവെന്ന് ഈ പകൽക്കാലം ഒരു പുനർപരിശോധന നാം നടത്തേണ്ടതായുണ്ട്. ഹല്ലേലൂയ. ഇവിടെ വചനം പറയുന്നു, ആമേൻ, ദൈവപുരുഷന്റെ കട്ടിൽമേൽ കിടത്തി, ആമേൻ, പ്രൈസ് ടു ജീസസ്, ഹല്ലേലൂയ. അവിടെ വിശ്വാസം വലുത്. ഭർത്താവിനോട് പറഞ്ഞില്ല കുഞ്ഞ് മരിച്ചുപോയെന്ന്. അവൾക്കൊരു പ്രത്യാശയുണ്ട്. നമ്മുടെ പ്രത്യാശ എവിടെയാണ്? നമ്മുടെ വിശ്വാസം എവിടെയാണ്? നാം പ്രാപിച്ച വിശ്വാസം എവിടെയാണ്? പ്രൈസ് ടു ജീസസ്, ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. നമ്മ പറയുന്ന വാക്കുകൾക്ക്, ആമേൻ, എന്ത് വിലയാണുള്ളത്? ആമേൻ, പ്രൈസ് ടു ജീസസ്, ഹല്ലേലൂയ. ആമേൻ, വരും തലമുറകളുടെ ഭാവികളെ പോലെ, ആമേൻ, ഹല്ലേലൂയ, നോക്കാതെ വേണം, ആമേൻ, ദൈവസന്നിധിയിൽ ഫോഷ്ക്ക് പറഞ്ഞ്, കളവ് പറഞ്ഞ്, പരിശുദ്ധാത്മാവിന്റെ മുന്നിൽ വ്യാജം സംസാരിച്ച് ആത്മാവിനെ ദുഃഖിപ്പിച്ച് നടക്കുന്ന ഒരു കൂട്ടം അല്ലല്ലോ ജനതയായി ഞാളെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ, ആമേൻ, പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നുവെന്നുള്ള കാര്യത്തിൽ ഒരു മാറ്റവുമില്ല. ദൈവത്തിന്റെ പൈതലേ, പ്രൈസ് ടു ജീസസ്, ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ. വചനം പറയുക, ഹല്ലേലൂയ,
താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ശുഡമന റികബൽഷാരബ. ദൈവം നമുക്കൊരു ഉപകാരത്തെ ചെയ്താൽ ആമേൻ അതിന് നാം നന്ദിയുള്ളവരായിരിക്കണം. ദൈവം ചെയ്ത ഉപകാരം നാൾതോറും നാം വർണ്ണിക്കുവാൻ തയ്യാറുള്ളവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അശ്വിനും കരുത്തിയുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഉപകാരങ്ങളെ സാക്ഷിക്കാതെ വന്നപ്പോൾ അവിടെ ഹല്ലേലൂയ ജീവിതത്തിൽ മരണങ്ങളും ഇരുളുകളും കടന്നു വരുവാനിടയായി. ദൈവം നമുക്കൊരു നന്മ തന്നാൽ, ഒരു തലമുറയെ തന്നാൽ, ഒരു ഭവനം തന്നാൽ, ഒരു ഭാവി തന്നാൽ, തലമുറകൾക്കൊരു വിദ്യാഭ്യാസ ആമേൻ പദവികൾ തുറന്നാൽ, ഒരു തൊഴിൽ മേഖലകൾ തുറന്നാൽ, അത് അനേകരോട് പറയുവാൻ നാം മടിക്കരുത്. ഹല്ലേലൂയ. പറയും തോറും ആമേൻ ദൈവം നമ്മെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു വർദ്ധനവ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവത്തെ സാക്ഷിയുള്ളവരായി ഈ നാളുകളായിരിക്കാം. തുടർന്നുള്ള ഭാഗങ്ങളെ എടുത്ത് നമുക്ക് ചിന്തിക്കാം. ഈ സമയം ഹല്ലേലൂയ എന്നിരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.